ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ അച്ചപ്പം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീട്ടിൽ അച്ചപ്പം ഉണ്ടാക്കുന്നത്. എങ്ങനെയാവുന്നൊന്നും അറിയില്ല, പക്ഷേ ഞങ്ങൾ നല്ല പോസിറ്റീവ് വൈബിലൂടെയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള നാളികേരം എടുത്ത് തേങ്ങാപ്പാലാക്കി വയ്ക്കുക. അതിൽ ആദ്യത്തെ പാല് മാറ്റി വയ്ക്കണം കേട്ടോ. പിന്നെ പച്ചരി എടുക്കുക, എത്രത്തോളം അച്ചപ്പം ഉണ്ടാക്കണം അതിനനുസരിച്ചിട്ട് എടുക്കണം കേട്ടോ. പിന്നെ കഴുകി വെച്ച എള്ളുണ്ട്, പിന്നെ മുട്ടയുണ്ട്. 4 മുട്ട ഇടാം, അല്ലെങ്കിൽ 3 മുട്ട ഇടാം, എടുക്കുന്നതിനനുസരിച്ചിട്ടാണ് കേട്ടോ. നമ്മൾ ആദ്യം 3 മുട്ട ആണ് ഇടാമെന്ന് വിചാരിച്ചേക്കണം. പിന്നെ അതിന് ശേഷം പച്ചരിയിലേക്ക് നമ്മൾ ഈ എള്ള് ഇടുക. അതിന് ശേഷം മുട്ട പൊട്ടിച്ചൊഴിക്കുക. മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം മെല്ലെ നമ്മൾ തേങ്ങാപ്പാലില്ല, ആദ്യത്തെ പാലല്ല കേട്ടോ, രണ്ടാമത്തെ പാല് മെല്ലെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഒഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ അങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മാവിൻ്റെ ആ ഒരു ഇത് നഷ്ടപ്പെടും, നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഒരുപാട് ലൂസാവാൻ പാടില്ല, കാരണം ഈ പാലൊഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1-ാം പാല് ചേർക്കാനുള്ളതുകൊണ്ട് അധികം ആക്കരുത് കേട്ടോ. പിന്നെ ഇങ്ങനെ പലഹാരം ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ ഈ പൂരം അല്ലെങ്കിൽ പെരുന്നാളൊക്കെ ആവുന്ന സമയത്ത് എല്ലാവരും വട്ടം കൂടിയിരുന്ന് പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതാണ് കേട്ടോ എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ ഞാൻ, ചേച്ചി, അമ്മ എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ പലഹാരം ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമ്മളൊന്ന് ഇളക്കി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. മെല്ലെ 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് ആ കട്ടകൾ ഉണ്ടാവുമല്ലോ, ആ പൊടിയുടെ കട്ടകളൊക്കെ ഒഴിവാക്കുക. അതിന് ശേഷം ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. സോൾട്ട് ടു ടേസ്റ്റ് എന്ന് പറയില്ലേ, അതുപോലെ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. മധുരം എത്രയാണോ, പിന്നെ നമ്മൾ എടുക്കുന്ന അളവ് നമുക്കറിയില്ല, അതിനനുസരിച്ച് പഞ്ചസാര കേട്ടോ. നമ്മളിവിടെ 3 കപ്പോളം ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ മുട്ടയുടെ കാര്യം, അത് ഞങ്ങൾ 4 ഇട്ടു കേട്ടോ അവസാനം. പിന്നെ നമ്മൾ ഉരുളി ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണയിൽ മുക്കി വയ്ക്കുക കേട്ടോ. അത് ചൂടുണ്ടെങ്കിലേ, വെളിച്ചെണ്ണയിൽ മുക്കി ചൂടുണ്ടെങ്കിലേ നമുക്ക് ഈസി ആയിട്ട് അത് എടുത്ത് എണ്ണയിൽ മുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതങ്ങനെ എണ്ണയിലേക്ക് നേരെ ഡയറക്റ്റ് വെച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുത്ത് അതങ്ങനെ വിട്ട് പോരും. ഞങ്ങളുടെ അച്ചപ്പം സക്സസ് ആയിട്ടുണ്ട് കേട്ടോ, സെറ്റായി വന്നിട്ടുണ്ട് എല്ലാം. അങ്ങനെ ഓരോ അച്ചപ്പം നമ്മൾ മാവിൽ മുക്കി എണ്ണയിലാക്കി ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മൾ എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരിയെടുക്കുക, എന്നിട്ട് മാറ്റി വയ്ക്കുക. പിന്നെ 2 അച്ചിൽ ഞങ്ങൾ ചെയ്യാൻ നോക്കി, നടന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ എന്തായാലും സക്സസ് ആയിട്ടുണ്ട് അച്ചപ്പം. അപ്പോൾ നല്ല ക്രിസ്പി അച്ചപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ.